ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ലൂക്ക 14:33. മിക്ക മനുഷ്യരും സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുന്നു. സ്വന്തം ലാഭം, കീർത്തി, പുകഴ്ച മുതലായവയ്ക്കു വേണ്ടി മാത്രം അവർ ജീവിക്കുന്നു. അവർ എപ്പോഴും മറ്റുള്ളവരെ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്യും. മറ്റുള്ളവരെ പറ്റി ചിന്തയോ കരുതലോ സഹതാപമോ ഒന്നുമില്ലാതെ സ്വന്തം കാര്യം സാധിക്കണം എന്നും മാത്രം കരുതി ജീവിക്കുന്നവർ ഒരിക്കലും സംതൃപ്തരായിരിക്കയില്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞു. ജോൺ ഡി റോക്ക്ഫെല്ലർ പണം സമ്പാദിക്കുന്നതിനു വേണ്ടി മാത്രം ജീവിച്ചു. ലോകത്തിലെ ധനികരിൽ അഗ്രഗണ്യനായി. എങ്കിലും തൻ്റെ ജോലിക്കാരെക്കുറിച്ച് അയാൾക്ക് യാതൊരു കരുതലും ഇല്ലായിരുന്നു. തൽഫലമായി എല്ലാവരും അയാളെ വെറുത്തു. തനിക്ക് മനസ്സുഖം ഇല്ലാതെയായി, രോഗിയുമായി, ഒരു രാത്രി നിദ്രാരഹിതനായി കിടക്കുമ്പോൾ തൻ്റെ കുറവിനെപ്പറ്റി അദ്ദേഹത്തിന് ബോധം വന്നു. തൻ്റെ ധനം മനുഷ്യ സേവനത്തിനായി ചെലവാക്കണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ രൂപം കൊണ്ടത്. ആശുപത്രികൾക്കും അനാഥശാലകൾക്കുമായി തൻ്റെ പണം ചിലവാക്കുവാൻ തുടങ്ങിയതോടെ അദ്ദേഹം സന്തോഷചിത്തനായി തീർന്നു. ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടു കിട്ടി. 98 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു. മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഒരു വാചകമെങ്കിലും പറയുവാനും ഒരു കാര്യമെങ്കിലും പ്രവർത്തിക്കുവാനും സാധിക്കുമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സന്തോഷം ലഭിക്കും. സ്വന്തം ലാഭം ലക്ഷ്യമാക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് സന്തോഷത്തിലേക്കുള്ള വാതിൽ. സ്വന്തം കാര്യത്തിനപ്പുറം മറ്റേതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടിയോ വ്യക്തിക്ക് വേണ്ടിയോ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും നമ്മെ ആന്തരിക സന്തോഷമുള്ളവരാക്കും. മറ്റുള്ളവരെ കരുതുന്നവർക്കായി ദൈവം കരുതും. നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണയെന്ന വരം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. IMS അമ്മ നമ്മുടെ സഹായത്തിന് എത്തട്ടെ. സ്നേഹപൂർവം, പ്രശാന്തച്ചൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.